naughty. Guess tonight I'm naughty, naughty. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് പുതിയൊരു എഡിറ്റിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എലൈറ്റ് മോഷൻ വെച്ചുള്ള എഡിറ്റിംഗ് ആണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു പോൾ ഇട്ടായിരുന്നു. അതിൽ മോസ്റ്റ്ലി എല്ലാവർക്കും വേണ്ടിയത് വീഡിയോ എഡിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ എഡിറ്റിംഗ് ആണ്. സൂം ബ്ലർ ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു എഡിറ്റിംഗ് ആണ്. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്യാപ് കട്ട് വെച്ചുള്ള പെൻഡുല എഫക്റ്റ് എന്ന് പറയുന്നത്. അതും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആയിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലാത്ത ടോപ്പ് ഐ കാർഡിൽ ലിങ്ക് വരുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ ഡയറക്റ്റ് പോയി കാണാൻ പറ്റും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എലൈറ്റ് മോഷനിൽ സൂം ബ്ലർ ട്രാൻസിഷൻ എഫക്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള. ഇത് ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസിലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ആദ്യം എലൈറ്റ് മോഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. താഴെ സെൻറ്ററിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് റെസൊല്യൂഷൻ 1080p ആണ്. 30 FPS അല്ലെങ്കിൽ 60 FPS ആസ് പെർ യുവർ റിക്വയർമെൻറ്റ്. നേരെ ഓക്കെ ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. നമ്മളിവിടെ ചെയ്യുന്നത് ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വീഡിയോ വെച്ച് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടെ വീഡിയോ നല്ല ലെങ്ത് ആയിപ്പോവും. നമുക്ക് വേണ്ടിയ ഓക്കെ ഇമേജസ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീൻ ഫോർമാറ്റ് 9:16 ആണ് എടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇമേജ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നേരെ റൈറ്റ് സൈഡ് ബോട്ടത്തിൽ എഫക്ട്സ് ചൂസ് ചെയ്യുക. ആഡ് എഫക്റ്റിൽ ബ്ലർ ചൂസ് ചെയ്യുക. ബ്ലർ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും താഴത്തെ ലെഫ്റ്റ് സൈഡിൽ സൂം ബ്ലർ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആഡ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സൂം ബ്ലർ. അതിനുവേണ്ടി നമുക്ക് നേരെ താഴത്തെ സ്ട്രെങ്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്ട്രെങ്ത് ഏറ്റവും മാക്സിമം 1 ആക്കുക. എന്നിട്ട് അവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള ആ പ്ലസ് എന്നുള്ള ഒരു പ്ലസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കീ അവിടെ ആഡ് ആയിട്ടുണ്ട്. ഇമേജിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് അടുത്ത കീ ആഡ് ചെയ്യുക. കുറച്ചപ്പുറത്തോട്ട് അടുത്ത കീ ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ 0 ആക്കുക. ഓക്കെ, ഇനി തേർഡ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ലാസ്റ്റ് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ലാസ്റ്റ് കീ ഫ്രെയിമിൽ സ്ട്രെങ്ത് മാക്സിമം ആക്കുക, 1 ആക്കുക. അതിന് തൊട്ട് മുമ്പത്ത് 0 ആക്കുക. അതായത് സെക്കൻഡ് ലാസ്റ്റ് കീ ഫ്രെയിമിൽ 0 ആക്കുക. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് കഴിഞ്ഞിട്ട് താഴെ അഡാപ്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ഓഫ് ചെയ്യുക. അത് നല്ല മാക്സിമം ബ്ലർനെസ് കിട്ടത്തുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്ലർനെസ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ബ്ലറിൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ സെൻറ്റർ എക്സ് വൈ വാല്യൂസ് ഉണ്ടല്ലേ, ആ XY വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബ്ലറിൻ്റെ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ കീ ഫ്രെയിമിൻ്റെ താഴത്ത് തന്നെ ഓപ്ഷനായ കർവ് സെലക്ട് ചെയ്യുക. ഓക്കെ, കർവ്സ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടുത്തെ റൈറ്റ് സൈഡിലെ സെക്കൻഡ് ലാസ്റ്റ് റൈറ്റിലെ സെക്കൻഡ് ഓപ്ഷനായ ആ ഒരു കർവ് ആഡ് ചെയ്യുക. അത് നമ്മൾ സെക്കൻഡ് കീ ഫ്രെയിം എടുത്തതിൻ്റെ അവിടെ വെച്ച് ചെയ്യണം നമുക്ക് കർവ് ആഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി സെക്കൻഡ് ലാസ്റ്റ് കീ ഫ്രെയിമിൻ്റെ അവിടെ വെച്ച് അടുത്ത കർവ് ആഡ് ചെയ്യുക. സെയിം കർവ് തന്നെ ആഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അത് സെയിം അതേപോലെ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് കർവ്സ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ എഫക്ട്സ് എല്ലാം ഒറ്റ പിക്ക് മാത്രം ചെയ്താൽ മതി. നമുക്ക് എന്നിട്ട് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാ പിക്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഓരോ പിക്കിലും എടുത്ത് ചെയ്യുന്നത് ഭയങ്കര ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരു പിക്കിൽ തന്നെ ചെയ്തിട്ട് എല്ലാ പിക്കിലും ഈ എഫക്റ്റ് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ എഫക്റ്റായ എക്സ്പോഷർ ഓർ ഗാമ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി ആഡ് എഫക്റ്റിൽ പോവുക. കളർ ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് റോയിൽ ലാസ്റ്റിലുള്ള എക്സ്പോഷർ ഓർ ഗാമ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആഡ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൊടുക്കുക. ഓക്കെ, ഇനി ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്കെ ഇതിനകത്ത് നമ്മൾ കീ ഫ്രെയിം ആണ് ആഡ് ചെയ്യുന്നത്. ഈ ഓരോ എഫക്റ്റും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനകത്ത് എക്സ്പോഷറിന് നമ്മൾ ആദ്യത്തെ എഫക്റ്റ് ആഡ് ചെയ്ത പോലെ തന്നെ ഇവിടെയും 4 കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. 4 കീ ഫ്രെയിമിൻ്റെ കീ ഫ്രെയിമിൻ്റെ അവിടെ വന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നേരെ പിക്കിൻ്റെ ഫസ്റ്റ് വരിക, അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് വന്നിട്ട് അവിടുത്തെ എക്സ്പോഷറിൻ്റെ വാല്യൂ നമ്മുടെ പിക്കിനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു എക്സ്പോഷർ കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 0.35 കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പിക്കിനനുസരിച്ച് നിങ്ങൾ എക്സ്പോഷറിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞതിന് തേർഡ് കീ ഫ്രെയിം ആഡ് ചെയ്തില്ലേ, അതിൻ്റെ ടോപ്പിൽ വന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. പിക്കിൻ്റെ ലാസ്റ്റിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റിൽ കീ ഫ്രെയിമിലും 0.35 എന്നുള്ള എക്സ്പോഷറിൻ്റെ വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം
ഓക്കെ, എഫക്ട്സ് ഇത്ര ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ എടുക്കുക. ഓക്കെ, ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യുക. ആ ബീറ്റിനനുസരിച്ച് കുറച്ച് കട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഈ മെറ്റീരിയൽസ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പിക്കിൽ ആഡ് ചെയ്ത എഫക്റ്റ് നമ്മൾ എല്ലാ പിക്കിലും ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അതിന് എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലെ ബോട്ടത്തിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി സെറ്റിംഗ്സ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇനി ഓരോ പിക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എഫക്ട്സ് ചൂസ് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സെറ്റിംഗ്സ് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ പിക്കിനകത്തും ഈ എഫക്ട്സ് നമ്മൾ ഫസ്റ്റ് ചെയ്ത പിക്കിന്റെ എഫക്ട്സ് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മാനുവലായിട്ട് ഓരോ പിക്കും എടുത്ത് ചെയ്യാവുന്നതാണ്. ടൈം വേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് പിക്കിൻ്റെ അവിടെ വെച്ച് നമ്മുടെ ഓഡിയോ കട്ട് ചെയ്ത് വിടുക. ഓക്കെ, നമുക്ക് ഇനി റിവ്യൂ ഒന്ന് കാണാം. Alightmotionന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ എഡിറ്റിംഗ് ഫുള്ള് കഴിഞ്ഞെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണർ ടോപ്പിൽ ആരോ കിടക്കുന്നത് ക്ലിക്ക് ചെയ്യുക. അത് എക്സ്പോർട്ടാണ്. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലെസ് ദാൻ 1 മിനിറ്റിനുള്ളിൽ തന്നെ എക്സ്പോർട്ടായി നമുക്ക് വീഡിയോ കിട്ടുന്നതാണ്. നേരെ സേവ് ടു ഗാലറി കൊടുക്കുക. ഇത്രയുള്ള എഡിറ്റിങ് വളരെ സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗാണ്. നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നേരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി ഫോളോ ചെയ്യുക. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എഡിറ്റിംഗ് പിക്സ് അതിൽ ടാഗ് ചെയ്യുക.